ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കാനുള്ളൊരു യാത്രയിലാട്ടോ. നമ്മുടെ അമ്പലപ്പുഴ കരുമാടിക്കടുത്തുള്ള ഉദയം നാടൻ ഭക്ഷണശാല. ശരിക്കും നാടൻ ഭക്ഷണം, പറയാതിരിക്കാൻ വയ്യ. അടുപ്പിലുണ്ടാക്കുന്ന നാടൻ ഭക്ഷണം. ചിലത് മാത്രമേ ഗ്യാസിൽ അവരുണ്ടാക്കുന്നുള്ളൂ, ബാക്കി എല്ലാം അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം ഇവിടുത്തെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറാണ്. കാരണം ആ ഒരു പാടത്തിൻ്റെ സൈഡിലിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക വൈബാണ്. ആ ചെറിയ തണുത്ത കാറ്റും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്നും മുഷിയില്ല, അവർ എത്ര ടൈം വേണേലും ഇരുന്നോളും. പിന്നെ ഇവിടെ തിരക്ക് കൂടുന്നതിന് മുമ്പേ നമ്മൾ വന്നു കേട്ടോ, അല്ലെങ്കിൽ പിന്നെ തിരക്ക് കൂടിയാൽ ഇവിടെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഫുഡൊക്കെ ആകുന്നതേ ഉള്ളൂ. നമ്മൾ ചെറിയ ചെറിയ ഐറ്റമൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഫിഷ് ഫ്രൈ ഓർഡർ ചെയ്തു. പിന്നെ നമ്മൾ കേര മുളകിട്ടത് ഓർഡർ ചെയ്തു. പിന്നെ ബീഫ് വരട്ടിയത്, പിന്നെ നമ്മൾ ചെമ്മീൻ മുളകിട്ടത്. അടുപ്പിൽ നിന്ന് എടുത്തതേ ഉള്ളൂ, ഞാൻ എടുത്തപ്പോഴേ കൈ പൊള്ളിപ്പോയത്, അവിടെ തന്നെ ഇട്ടു. പിന്നെ ചിക്കൻ കറി, അയ്യോ നാടൻ ചിക്കൻ അടുപ്പിൽ ഉണ്ടാക്കുന്നത്, ഗ്യാസിലല്ല അടുപ്പിൽ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ്. പിന്നെന്താ പറയുക, പറയാൻ നമുക്ക്. പിന്നെ ഊണിൻ്റെ കൂടെ തക്കാളിക്കറി, മീൻകറി, മെഴുക്കുവരട്ടി, പാവയ്ക്ക അച്ചാർ, പിന്നെ മോര്, സാമ്പാർ എല്ലാം ഉണ്ട്. ബാക്കിയെല്ലാം സ്പെഷ്യലാണ്. എത്ര നാളായി ചേച്ചി കട? 25 വർഷമായി. ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഇങ്ങനെ തന്നെ. ഞങ്ങൾ വലിയൊരു ഹോട്ടൽ അവിടെ സുഭാഷ് ഹോട്ടൽ ചുങ്കം, എനിക്ക് 5 വയസ്സുള്ളപ്പോൾ തുടങ്ങിയ ഞങ്ങളുടെ ഇവിടേക്ക് തുടങ്ങിയിട്ട് 25 വർഷം. അന്നനെ ഈ വീട് തന്നെ ഹോട്ടൽ വീടായിരുന്നു. ഞാനും മോനും മരുമോളും ഒരു ജോലിക്കാരി. കച്ചവടമൊക്കെ നല്ല രീതിയിൽ പോകുന്നു. ഈശ്വരൻ്റെ സഹായം. അല്ലെങ്കിൽ നാടൻ ഭക്ഷണം കൊടുത്ത ആൾക്കാരുണ്ടാവും. താറാവിറച്ചി, കോഴി, ചിക്കൻ, ബീഫ്, മീൻകറി പല സൈസുണ്ട്. പരാലികറിയുണ്ട്, ചെമ്മീൻകറിയുണ്ട്, മീൻപീരുണ്ട്. ഒരുപാട് ഐറ്റങ്ങളൊക്കെ ഉണ്ട്. ചെറിയ കടയാണെങ്കിൽ എല്ലാം വലിയ സന്തോഷം. ചെറിയ കട വലിയ സന്തോഷം. അതെ, ഞങ്ങൾ അമ്മയും അച്ഛനും മക്കളും എല്ലാവരും കൂടെ നടത്തിക്കൊണ്ട് പോകുന്നു. എന്താ പറയുക, മിതമായ റേറ്റേ ഉള്ളൂ. സ്പെഷ്യലിനൊക്കെ വളരെ നിസ്സാരമായ പൈസയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വന്നൊന്ന് ട്രൈ ചെയ്യണം. ഈ ഒരു അറ്റ്മോസ്ഫിയറിലിരുന്നൊന്ന് ഫുഡ് കഴിച്ചതൊന്ന് ആസ്വദിക്കുക തന്നെ വേണം.